നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കിഡിലൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാം. മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരല്പം വ്യത്യാസമായ രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ ഉപ്പിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ബോൺലെസ് അല്ല, ഒരല്പം ബോൺ അതിനകത്തുണ്ട് ചില കഷ്ണങ്ങളിലൊക്കെ. അത് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ കംപ്ലീറ്റ് ബോൺലെസ് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇത്രയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പെപ്പർ പൊടി ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി അളവിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോൺസ്റ്റാർച്ച് ആവശ്യമാണ്. കോൺസ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മാറ്റി വയ്ക്കുക. ഇത് ലാസ്റ്റ് നമുക്ക് ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വയ്ക്കുക. ഒരു 10-12 വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് വയ്ക്കുക. ക്യാപ്സിക്കം 3 കളർ ക്യാപ്സിക്കവും കിട്ടുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. 2 മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ കൈകൊണ്ട് ഉതിർത്തിട്ട് കൊടുക്കുക. ഓരോ ഏതിലും ഉതിർത്തിട്ട് കൊടുക്കുക. ഇനി ഒന്ന് സ്പ്രിംഗ് ഓണിയനാണ്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ബോട്ടം പാർട്ട് ഗ്രേവിക്കും അതിൻ്റെ ലീഫ് പാർട്ട് ഗാർണിഷ് ചെയ്യാനും ഉപയോഗിക്കാം. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 3-4 ചെറിയ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത്. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ 1 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങുക. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ ആ തീ ഒന്ന് മീഡിയമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ആദ്യത്തെ 1 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ ഒരു പകുതിയോളം വെന്തിട്ടുണ്ടാവും. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടാവും. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയമിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ ചിക്കൻ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇത് കോരി മാറ്റുക. ഇതുപോലെ എല്ലാ നമ്മൾ ബാക്കിയിരിക്കുന്ന ചിക്കനും വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളി ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി കുക്കിംഗ് തുടങ്ങുമ്പം തൊട്ട് അവസാനിക്കുമ്പം വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. കാരണം ഇതൊരു ചൈനീസ് കുക്കിംഗാണ്. നമ്മൾ വീടുകളിലൊക്കെ കുക്ക് ചെയ്യുന്നത് സാധാരണ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് അകമൊക്കെ നന്നായിട്ട് വേവിച്ചല്ലേ കുക്ക് ചെയ്യുന്നത്. ഇതിനകമൊന്നും വേവേണ്ട കാര്യമില്ല. ഇതൊന്ന് വഴണ്ട് കിട്ടിയാൽ പുറമൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഇത് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കുക്ക് ചെയ്ത് അകമൊക്കെ വേവിക്കുന്നതുകൊണ്ടാണ് പലർക്കും ചില്ലി ചിക്കൻ ശരിയാകാതെ പോകുന്നത്. ലാസ്റ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അതുമാത്രമല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അടുത്ത് തന്നെ വെച്ചേക്കണം. ഇതൊരു 3-4 മിനിറ്റൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. അതിനുശേഷം എരിവിനാവശ്യമായിട്ടുള്ള പെപ്പർ പൊടി ഒരു ടേബിൾ സ്പൂൺ വരയ്ക്കും പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഇതിനകത്ത് വേറെ ഒരു എരിവിന് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഉള്ള പച്ചമുളകും ആ പെപ്പറും മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം പെപ്പർ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കുക. അപ്പോഴും തീ ഒരിടത്തും കുറയ്ക്കാൻ പാടില്ല. അത് ഇളക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഞാനിതൊരു സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് വേണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കൊരു സെമി ഗ്രേവി ആയിട്ട് മതി. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതലിടണ്ട. നമ്മൾ സോസിനകത്തൊക്കെ പുളിപ്പും മധുരവും ഒക്കെയാണ് ഉള്ളത്. അതിലൊക്കെ ഏകദേശം ഒരു അല്പം ഉപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക.
അത് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തുറന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കോൺ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അത് ഈ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് ചുറ്റി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചില്ലി ചിക്കനാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.